ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്ര പാരമ്പര്യത്തിൽ വളരെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത്. ശരനൂൽ ശാസ്ത്രം, സ്വരയോഗം തുടങ്ങിയ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ സദാ സ്പന്ദിക്കുന്ന സൂക്ഷ്മ ശക്തിയായ പ്രാണനെ അറിയുവാനും അതിനെ നിയന്ത്രിക്കുവാനും അതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായിട്ടുള്ള പുരോഗതി നേടുവാനും സഹായിക്കുന്നൊരു വിദ്യയാണ് ശരനൂൽ ശാസ്ത്രം, സ്വരയോഗം എന്ന് വിളിക്കുന്ന വിദ്യ. ഇതിൽ നമ്മൾ ശരം, നൂൽ എന്ന് പറയുന്നത് ശരത്തെ പൊതുവെ പ്രാണനായിട്ട് പറയാറുണ്ട്. ശ്വാസം, ആ ശ്വാസത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മശക്തിയായ പ്രാണൻ. നൂൽ എന്നുള്ളതിന് ശരീരമെന്ന് പറയാറുണ്ട്. കുറേ കൂടി ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥൂല സൂക്ഷ്മതലങ്ങളിൽ കുടികൊള്ളുന്ന 70,000 നാഡികൾ, സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ കാരണ ശരീരതലത്തിലും പ്രാണൻ്റെ സഞ്ചാരം സാധ്യമാക്കുന്ന നാഡികളാണ് 70,000 നാഡികൾ. അതിൽ ഇടാ, പിംഗള, സുഷുമ്ന 3 നാഡികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ശരനൂൽ യോഗം എന്ന് പറഞ്ഞാൽ ശരത്തെ, അതായത് പ്രാണനെ നൂലിലൂടെ ഇടാ, പിംഗള, സുഷുമ്ന നാഡികളിലൂടെ കടത്തിവിട്ട് ശാരീരിക, മാനസിക, ബുദ്ധിപര, ആത്മീയമായ ആരോഗ്യം നേടുന്നതിനുള്ളൊരു വിദ്യയായിട്ടാണ് ഇതിനെ പറയുക. ഇത് കേവലം ഒരു ആത്മീയ പുരോഗതി നേടിത്തരുന്ന ശാസ്ത്രം മാത്രമല്ല, ഒരു മോക്ഷവിദ്യ മാത്രമല്ല. അതോടൊപ്പം തന്നെ ഭൗതികരായവർക്ക്, ലൗകികരായവർക്ക്, ഗൃഹസ്ഥാശ്രമികൾക്ക് അവരുടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ ശാന്തവും സുന്ദരവും ആരോഗ്യപ്രദവും ഐശ്വര്യപ്രദവുമാക്കുന്നതിനുള്ള വിദ്യ കൂടിയാണ്. അതായത് നമ്മളൊരു ശരനൂൽ യോഗം അല്ലെങ്കിൽ ശരവിന്യാസ യോഗം നിത്യവും നമ്മൾ വീട്ടിൽ പരിശീലിക്കുകയാണെങ്കിൽ, ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശാരീരികമായ ആരോഗ്യം ഉണ്ടാകും. നമ്മളുടെ പാരമ്പര്യ രോഗങ്ങളെയും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി നമുക്ക് ശരനൂൽ യോഗം തരും. മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും, മാനസികമായിട്ടുള്ള ഗുണങ്ങൾ വർദ്ധിപ്പിക്കും. മാനസികമായിട്ടുള്ള രോഗങ്ങൾ, അമിതമായ ടെൻഷൻ, ഉത്കണ്ഠ, വിഷാദം, അങ്ങനെയുള്ള പലതരത്തിലുള്ള മാനസിക വിഷയങ്ങളുണ്ട്. അതിന് തീർച്ചയായിട്ടും പരിഹരിക്കാൻ ശരനൂൽ വിദ്യയ്ക്ക് സാധ്യമാണ്. നമ്മുടെ ബുദ്ധിശക്തിയെ വികസിപ്പിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, പഠിതാക്കൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്, ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശരനൂൽ വളരെയധികം സഹായകരമാണ്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉള്ളിലെ ഷഡാധാരങ്ങളെ, മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി, ആജ്ഞ, ഈ 6 ചക്രങ്ങളെ കണക്ട് ചെയ്യപ്പെടുന്ന ഇടാ, പിംഗള, സുഷുമ്ന നാഡികൾ, അതാണ് നൂൽ. അപ്പോൾ അതിലൂടെയുള്ള പ്രാണൻ്റെ പ്രവാഹം, മൂലാധാരത്തിൽ കുടികൊള്ളുന്ന പ്രാണശക്തിയെ ഷഡാധാരങ്ങൾ ഭേദിപ്പിച്ച് സഹസ്രാരത്തിലേക്ക് കൊണ്ടുപോകും. മൂലാധാരത്തിൽ ശക്തിയും സഹസ്രാരത്തിൽ ശിവനുമാണെന്ന് പൊതുവെ കുണ്ഡലിനി യോഗശാസ്ത്രങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ജീവിത പുരോഗതി നേടിത്തരുന്ന വിദ്യയാണ് ശരനൂൽ എന്ന് നമ്മൾ അറിയുക. ഇത് പഠിക്കുന്നതിന് പ്രത്യേകിച്ച് വ്രതങ്ങളോ നിയമങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമം ഇപ്പോൾ പുതുതായിട്ട് ആരംഭിക്കുന്ന ശരനൂലിൻ്റെ കോഴ്സ് മെയ് 10 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ബേസിക് കോഴ്സ്, അഡ്വാൻസ്ഡ്, മാസ്റ്റർ 3 ലെവലിലായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ബേസിക് ലെവൽ പരിശീലനം 41 ദിവസം ചെയ്യേണ്ടതാണ്. അഡ്വാൻസ്ഡ് തല പരിശീലനം 61 ദിവസം ചെയ്യേണ്ടതാണ്. മാസ്റ്റർ ലെവൽ പരിശീലനം നമ്മൾ ഏതാണ്ട് 81 ദിവസം ചെയ്യേണ്ടതാണ്. ആ രീതിയിലാണ് ഈ കോഴ്സിനെ നമ്മളിപ്പോൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പറയുന്ന ശരനൂൽ യോഗത്തിൽ അല്ലെങ്കിൽ സിദ്ധയോഗത്തിൽ, യോഗശാസ്ത്രത്തിൽ സവിശേഷമായ സിദ്ധപ്രാണായാമങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേകമായിരിക്കുന്ന മന്ത്രജപങ്ങൾ, യോഗ മുദ്രകൾ, സങ്കല്പ പ്രാർത്ഥന, ശാക്തീകരണ ടെക്നിക്കുകൾ, ഇതെല്ലാം ചേർന്ന സമഗ്രമായൊരു വിദ്യയാണ് ശരനൂൽ യോഗം, ശരനൂൽ വിന്യാസ യോഗം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ, കഠിനമായ വ്യായാമങ്ങളൊന്നും തന്നെയില്ല. വളരെ ലളിതമാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രോഗാവസ്ഥയിലുള്ളവർക്കും ഇത് പഠിക്കാം. 8 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ഏതൊരാൾക്കും ഈ ക്രിയ പഠിക്കാം. ഇത് പഠിക്കുന്നതിന് ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, സ്ത്രീ, പുരുഷ ഭേദം ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ദിവസവും ഒരു 20 മിനിറ്റ്, ഒരു 30 മിനിറ്റ് സമയം ഡെയിലി മാറ്റിവെക്കാൻ കഴിയണം. നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡോ നോൺ വെജിറ്റേറിയൻ ഫുഡോ കഴിക്കുന്നവരായിരിക്കാം, ഗൃഹസ്ഥാശ്രമികളായിരിക്കാം. ബ്രഹ്മചര്യവ്രതം പോലെയുള്ള വലിയ വ്രതങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പരമാവധി കൃത്യതയോടെ, നിഷ്ഠയോടെ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ, ഒരു മണ്ഡലം 41 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ശരയോഗത്തിൻ്റെ, ശരവിന്യാസ യോഗത്തിൻ്റെ, സ്വരയോഗത്തിൻ്റെ ഗുണമെന്ന് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം തെളിയിക്കപ്പെട്ട ശാസ്ത്രമാണ് ഇത്. സിദ്ധവിദ്യയാണെന്ന് പറഞ്ഞു, സിദ്ധമാർഗത്തിലൂടെ വന്നതാണ്. ഇതിന് ശരനൂൽ യോഗം
എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ശരം എന്ന് പറയുമ്പോൾ ശരം കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളാരാ? ശരം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു മൂർത്തി പ്രധാനമായും മുരുകനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേലുണ്ട്, വേൽശരം അദ്ദേഹം പിടിച്ചിട്ടുണ്ട് അല്ലേ. ശരം എന്നുള്ളതിന് നമ്മൾ അമ്പ് എന്ന് പറയാറുണ്ട്. ശരിക്കും അമ്പൻ്റെ കുറച്ചുകൂടി നമ്മൾ ആ ദണ്ഡപാണിയായിട്ടാണല്ലോ ഭഗവാനെ പറയുക. അപ്പോൾ വേലെന്നും അമ്പെന്നും ഒക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും തമിഴ് സിദ്ധ പാരമ്പര്യത്തിൽ നമുക്കിത് കാണാൻ പറ്റും. ഭോഗനാഥ മഹർഷി, കാലാങ്കിനാഥ മഹർഷി പോലെയുള്ള ഒരു സിദ്ധ പാരമ്പര്യത്തിൽ വന്നു. പ്രത്യേകിച്ചും മുരുകൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കുമാരീഖണ്ഡം എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തിലെ അധിപനായിരുന്നു ശ്രീ മുരുകൻ ഒരു യുഗത്തിൽ, ഒരു കാലഘട്ടത്തിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മഹാവിദ്യ ശരവിദ്യയാണ്. അത് പറയുന്ന അദ്ദേഹം സ്വപിതാവായ പരമേശ്വരനിൽ നിന്ന് മാതാവായ പാർവതിയിൽ നിന്ന് ഈ വിദ്യ സ്വീകരിച്ചു എന്നാണ് പറയുക. ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തത് ആഗമശാസ്ത്രങ്ങളും പാർവതി ശിവനോട് പറഞ്ഞത് നിഗമശാസ്ത്രങ്ങളെന്നുമാണ് പറയുക. അപ്പോൾ ആഗമ നിഗമ ശാസ്ത്രങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ശരയോഗവും ഇത്തരത്തിൽ മഹാദേവൻ തന്നെ അല്ലെങ്കിൽ ആദിപരാശക്തി തന്നെ സ്വപുത്രനായിരിക്കുന്ന മുരുകനിലൂടെ വന്നു. പിന്നെ മുരുകൻ ഭോഗനാഥൻ, കാലാങ്കിനാഥൻ പോലെയുള്ള പല മഹർഷികളിലൂടെ മുരുക പാരമ്പര്യത്തിൽ ഇത് വന്നു. അങ്ങനെയാണ് തമിഴ് സിദ്ധ പാരമ്പര്യത്തിൽ ഇത് ശരയോഗം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതിന് സ്വരയോഗം എന്നും പറയാറുണ്ട്. സ്വരം എന്ന് പറഞ്ഞാലും പ്രാണനാണ്, ശരം എന്ന യഥാർത്ഥത്തിൽ പറഞ്ഞാലും പ്രാണനാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പ്രാണശക്തിയെ അറിയുവാനും, അറിഞ്ഞാൽ മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ കഴിയൂ. അങ്ങനെ അറിയുവാനും നിയന്ത്രിക്കുവാനും അതിലൂടെ ഭൗതികവും ആത്മീയവുമായ പുരോഗതി, രോഗശമനം, ശാരീരികമായ ബലവർദ്ധനവ്, മാനസികമായ ശക്തി വർദ്ധിപ്പിക്കുക, ആത്മവിശ്വാസം, ധൈര്യം ഇതെല്ലാം വർദ്ധിപ്പിക്കുക, മാനസിക പ്രശ്നങ്ങളെ, രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുക, മനസ്സിൽ സദാ സന്തോഷം, ആനന്ദം നിറയ്ക്കുക, ബുദ്ധിശക്തിയെ വികസിപ്പിക്കുക, അതീന്ദ്രിയ ജ്ഞാനം, സിക്സ്ത് സെൻസ്, ആറാം ഇന്ദ്രിയത്തെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാക്കുക, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഷഠാധാര ചക്രങ്ങളെ, ആത്മീയ ശക്തിയെ ജ്വലിപ്പിക്കുക. അങ്ങനെ ഭൗതിക ആത്മീയ രംഗങ്ങളിൽ സമ്പൂർണ്ണ വിജയിയായി തീരാൻ നമ്മൾ സഹായിക്കുന്ന വിദ്യ തന്നെയാണ് ശരയോഗം എന്ന് പറയുന്നത്. ശരം എന്നുള്ളതിന് അമ്പ് എന്നൊരർത്ഥമുണ്ട്. ഞാനീ പറഞ്ഞതുപോലെ ദണ്ഡ് അല്ലെങ്കിൽ മുരുകൻ്റെ കയ്യിരിക്കുന്ന വേൽ, അതിൻ്റെ രൂപം തന്നെ ഒരു ശരത്തിൻ്റെ രൂപത്തിലാണല്ലോ ഒരു വേലിൻ്റെ രൂപം. അപ്പോൾ ശരിക്കും അത് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ നട്ടെല്ലിനെ തന്നെയാണെന്നാണ് പറയുക. നട്ടെല്ലിലാണ് ഇടാപിംഗള സുഷുമ്ന നാഡികൾ ഇതിൻ്റെ സ്ഥാനം. യഥാർത്ഥത്തിൽ ആസ്ട്രൽ ബോഡിയിലാണ്, ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ നട്ടെല്ല് പറയും. മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂര, അനാഹത ചക്രങ്ങളുടെ സ്ഥാനം. അപ്പോൾ ആ ഒരു ശരത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു വേലിൻ്റെ രൂപത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ള നട്ടെല്ലിൽ ആണ് ഈ ശരയോഗത്തിൻ്റെ വിന്യാസങ്ങൾ നടക്കുക. ഇടാപിംഗള സുഷുമ്ന നാഡികളിലൂടെ പ്രാണനെ ഉണർത്തി ഉയർത്തി ആക്ടിവേറ്റ് ചെയ്ത് മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂര, അനാഹത, വിശുദ്ധി, ആജ്ഞാ ചക്രങ്ങളെ കടത്തിവിട്ട് സഹസ്രാരത്തിൽ ശിവനുമായി ചേരുന്ന വിദ്യ. അതുകൊണ്ടും ഇതിന് ശരയോഗം, സ്വരയോഗം, ശിവയോഗം എന്നൊക്കെയുള്ള പേരുകൾ അറിയപ്പെടുന്നു. അപ്പോൾ 18 സിദ്ധന്മാരിലൂടെ ഈ വിദ്യ വന്നതായിട്ടും പറയുന്നുണ്ട്. നമ്മൾ തമിഴ് സിദ്ധ പാരമ്പര്യത്തിലേക്ക് പോകുമ്പോൾ 18 സിദ്ധന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ നമ്മൾ ഈ പറയുന്ന പരാപരാവിദ്യകളിൽ, ജ്ഞാനവിജ്ഞാന വിദ്യകളിൽ വളരെ പ്രാവീണ്യം നേടിയവരായിരുന്നു. ശരയോഗം, സ്വരയോഗം, ശിവരാജയോഗം, ശിവതന്ത്രയോഗം, അതുപോലെ തന്നെ ആയുർവേദം, തന്ത്രം, ഇങ്ങനെയുള്ള വിവിധ വിദ്യകളിൽ ഈ പലതരത്തിലുള്ള കഴിവുകളുള്ളവരായിരുന്നു ഈ 18 സിദ്ധന്മാർ. നമ്മൾ കേട്ടിട്ടുണ്ട് അഗസ്ത്യൻ, തിരുമൂലർ, ഭോഗനാഥ മഹർഷി, കൊങ്കണർ, ഗോരക്ഷനാഥ്, അതുപോലെ തന്നെ സട്ടൈമുനി, സുന്ദരാനന്ദർ, രാമദേവർ, ഇടൈക്കാതർ, കുടുംബൈ, മച്ചമുനി, കമലമുനി, പതഞ്ജലി, ധന്വന്തരി, നന്ദിദേവർ, പാമ്പാട്ടി സിദ്ധർ, കരവൂർ, തൈരയാർ തുടങ്ങിയിരിക്കുന്ന 18 സിദ്ധന്മാരെ പറ്റി നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് പ്രത്യേക യോഗസിദ്ധികളുണ്ടായിരുന്നതാണ്. പ്രത്യേക ഔഷധ ശാസ്ത്രം, ഇപ്പോൾ ഭാരതവിജ്ഞാൻ, ആൽക്കമി, രസതന്ത്രവിദ്യ, ഇതിലൊക്കെ പ്രത്യേക കഴിവുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ആത്മീയ വിദ്യകൾ, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പൊതുവെ 2 തരത്തിൽ പറയാറുണ്ട്: ഭൗതിക ജീവിതം, ലൗകിക ജീവിതം, ആത്മീയ ജീവിതം, ജ്ഞാനസംബന്ധിയായ ജീവിതം. അപ്പോൾ ഭൗതിക രംഗത്ത് വിജയിയാക്കാനും ആത്മീയ രംഗത്ത് വിജയിയാക്കാനും നമ്മളെ സഹായിക്കുന്ന വിദ്യയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ശരയോഗം അല്ലെങ്കിൽ സ്വരയോഗം എന്ന് വിളിക്കുന്ന വിദ്യ. ആധുനിക കാലത്ത് അനേകം പരമ്പരകൾ അതിനെ പ്രത്യേക രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആധുനിക കാലത്ത് നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര, സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ മാർക്ക്, അതിലാണ് നമ്മൾ ശരയോഗത്തെ ശരവിന്യാസ യോഗം എന്ന രീതിയിൽ നമ്മൾ ഈ തിരിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് 3 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു: ബേസിക് ലെവൽ, അഡ്വാൻസ്ഡ്, മാസ്റ്റർ ലെവൽ. നിങ്ങൾ ബേസിക് ലെവൽ പഠിച്ച് നിങ്ങൾക്കത് പ്രയോജനപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ്ഡ് പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധയോടെ നിത്യവും ഒരു 20-30 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ 41 ദിവസത്തിനുള്ളിൽ
എന്താണ് ശരയോഗം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റമെന്ന് സ്വയം അനുഭവിച്ചറിയാൻ കഴിയും. നമ്മൾ ഈ ശരനൂൽ യോഗത്തിൽ പ്രധാന ചില പരിശീലനങ്ങളുണ്ട്. അതിൽ ചെറിയ ധ്യാനാസനങ്ങളുടെ പരിശീലനമുണ്ട്. അതായത് നമ്മളെ ഇരിപ്പിനെ കറക്റ്റ് ചെയ്യുക, അതായത് ശരീരത്തെ സുസ്ഥിരമാക്കാൻ, ശരീരത്തെ വളരെ ലഘൂകരിക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ ധ്യാനാസനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഡീമണ്ഡലത്തെ, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ സുതാര്യമാക്കുന്നതിൻ്റെ ചില പ്രത്യേക മെത്തേഡുകളൊക്കെ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ പ്രാണായാമങ്ങൾ, ശ്വാസനിയന്ത്രണത്തിലൂടെ സൂക്ഷ്മശക്തിയായ പ്രാണനെ നിയന്ത്രിക്കുക, നമ്മുടെ ഇടാപിംഗള സുഷുമ്ന നാഡികൾ ഉൾപ്പെടെയുള്ള 70,000 നാഡീ സംവിധാനങ്ങളെ ക്ലെൻസ് ചെയ്യുക, ശുദ്ധീകരിക്കുക, അതിലൂടെ മനസ്സിന് ശാന്തതയും ഏകാഗ്രതയും വരുത്തുക. അപ്പോൾ അങ്ങനെയുള്ള പ്രാണായാമ വിദ്യകൾ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ സൂക്ഷ്മ ഊർജ്ജപാതകളായിരിക്കുന്ന നാഡികളെ ശുദ്ധീകരിക്കുക, നാഡികളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂര, അനാഹത, വിശുദ്ധി, ആജ്ഞ തുടങ്ങിയിരിക്കുന്ന ഊർജ്ജമണ്ഡലങ്ങളെ എനർജൈസ് ചെയ്യുക, അതായത് കുണ്ഡലിനി ശക്തി ഉണർത്തുന്നതിനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മനസ്സിൻ്റെ ഏകാഗ്രത, മനസ്സിൻ്റെ ശാന്തത, മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള മെഡിറ്റേഷൻ മെത്തേഡുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. മന്ത്രധ്യാനം, ശ്വാസധ്യാനം പോലെയുള്ള സിദ്ധവിദ്യ മെത്തേഡുകൾ ഇതുമായിട്ട് കണക്റ്റഡാണ്. പ്രത്യേക രീതിയിലുള്ള യോഗ ബന്ധങ്ങൾ, യോഗമുദ്രകൾ, പ്രാണശക്തിയുടെ പ്രവാഹത്തെ നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചിന്മുദ്ര, ജ്ഞാനമുദ്ര പോലെ കേട്ടിട്ടില്ലേ? അതിലുള്ള സവിശേഷമായ മുദ്രകൾ, അതേപോലെ മൂല, ഉഢ്യാന, ജാലന്തര, ത്രിബന്ധാസ്, മഹാബന്ധങ്ങളൊക്കെ ഈ ക്രിയകളുടെ ഭാഗമായിട്ട് വരാറുണ്ട്. പിന്നെ നാദയോഗ ജപം, ശബ്ദശക്തി ഉപയോഗിച്ചുകൊണ്ട്, മന്ത്രശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആത്മീയ ചൈതന്യത്തെ ഉണർത്തുന്നതിനുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്മളുടെ ശക്തി, മനഃശക്തി വർധനവിനുള്ള പ്രത്യേക സങ്കല്പ ശാക്തീകരണ ക്രിയകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യയിൽ കൂടുതലും പ്രാക്ടിക്കലിനാണ് പ്രാധാന്യം. അതോടൊപ്പം തന്നെ സിദ്ധ പാരമ്പര്യത്തെപ്പറ്റി, ശരവിദ്യയെപ്പറ്റി, സ്വരയോഗത്തെപ്പറ്റി, കുണ്ഡലിനി യോഗശാസ്ത്രത്തെപ്പറ്റി, നമ്മളുടെ ഭൗതിക ജീവിതത്തെ എങ്ങനെ സുഖപ്രദമാക്കാം തുടങ്ങിയിരിക്കുന്ന സിദ്ധന്മാർ പറഞ്ഞു തന്ന വിവിധ വിജയത്തിനുള്ള, മനഃശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ മെത്തേഡുകളുമൊക്കെ നമ്മൾ ഈ കോഴ്സിൻ്റെ ശരവിന്യാസ യോഗം, ശരയോഗ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളെ എല്ലാവരെയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് വളരെ ലളിതമായ, വളരെ തുച്ഛമായൊരു ഫീസ് വാങ്ങിച്ചിട്ടാണ് 41 ദിവസത്തെ ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആദ്യഘട്ടം എല്ലാം ഓൺലൈനിൽ പഠിക്കാം. ഇതിൻ്റെ നോട്ട്സ്, ഇതിൻ്റെ ഓഡിയോസ്, പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടും. അതുകൊണ്ട് സ്വദേശത്തോ വിദേശത്തോ ഒക്കെ ഇരുന്ന് പഠിക്കാം. നിങ്ങളുടെ സമയത്തിന്, സൗകര്യത്തിന് ഇത് പഠിക്കാം എന്നുള്ളൊരു ഗുണമുണ്ട്. ഇതിൻ്റെ ഹയർ മെത്തേഡുകളിലേക്ക് പോകുമ്പോഴാണ്, മാസ്റ്റർ തലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഡയറക്റ്റ് ക്ലാസ്സുകളാണ് കൂടുതലും വരിക. നമ്മൾ ഈ പറയുന്ന ബേസിക് അഡ്വാൻസ് ലെവലിൽ നമുക്ക് വിദൂരതയിലിരുന്നും ഓൺലൈനിലും പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇതിൻ്റെ ഒരു റിഫ്രഷ് ചെയ്യുന്നതിനുള്ള, റിവിഷൻ ചെയ്യുന്നതിനുള്ള ക്ലാസ്സുകൾ വയ്ക്കുന്നുണ്ട്. ഓൺലൈനിലും ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നിയമങ്ങളോ വ്രതങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ കോഴ്സ് ചേർന്നിട്ടേ ഇതിൻ്റെ അകത്ത് കാര്യമുള്ളൂ. ബേസിക് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് പഠിച്ചാൽ മതി. അഡ്വാൻസ്ഡ് തല പരിശീലനങ്ങൾ പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും ഒരു 41 ദിവസം നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. വളരെ നല്ല രീതിയിലുള്ള മാറ്റം ഈ പരിശീലനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമസ്തേ. ഓം നമഃ ശിവായ.